വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോളാണ്. ഇന്ന് മീഷോന്ന് വാങ്ങിച്ച കുറച്ച് റാൻഡം ഫൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. റാൻഡം ഫൈൻസ് എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് ഉണ്ട്, ചെരുപ്പുണ്ട്, പിന്നെ ഡ്രസ്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളത്. ഞാൻ ഇന്ന് വാങ്ങിച്ച എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസ്, ഒപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും കൂടെയാണ്. അപ്പോൾ നമുക്ക് വേഗം ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ക്ലോത്ത്സ് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ക്ലോത്ത്സ് ആണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഇത് വന്നിട്ട് കോംബോ ആയിട്ട് വരുന്നതാണ്. അത് തന്നെ ഈ ഒരു ബേജ് കളർ നോക്കാം, ബേജ് ഒരു ക്രീം കളർ. ഇതിനിങ്ങനെ ഒരു ടീഷർട്ട് വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഒരു ഷോർട്സും, ഒരു കോഡ് സെറ്റ് പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതുപോലെ 3 എണ്ണം വരുന്നൊരു സെറ്റാണ്. ഇത് ഒരെണ്ണം പിങ്ക് ആണ് വരുന്നത്, പിങ്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടീഷർട്ടും ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം വന്നിട്ട് ബ്ലാക്കും ആണ് കേട്ടോ. ഇത് വരുന്നത് ബ്ലാക്ക് ഷോർട്സ്, പിന്നെ ബ്ലാക്ക് ടീഷർട്ട്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ച സൈസ് വന്നിട്ട് 5 to 6 ആണ്. ഏജ് വൈസ് ആണ് സൈസ് വരുന്നത്. അപ്പോൾ 5 to 6 ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇതിന് 300 സംതിങ് പ്രൈസ് ഉള്ളൂ. ഈ ഒരു കംപ്ലീറ്റ് സെറ്റിന് ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ല ഫിനിഷിംഗ് ആണ്, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല വേർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അത്രയല്ല, അത് ചിലപ്പം ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഇതിൻ്റെ ക്ലോത്തും സ്റ്റിച്ചിങ്ങും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ട്രൗസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ് വരുന്നത്. ഇതും സ്റ്റിച്ചിങ് ഒക്കെ നല്ല സ്റ്റിച്ചിങ് ആണ്, പിന്നെ ലോക്കിംഗ് ഒക്കെ ഉള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ് ഇത്. ഓരോന്നും തന്നെ എല്ലാം തന്നെ സെയിം മെറ്റീരിയൽ ആണ്, പക്ഷെ കളർ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഇത് ഈവൻ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. എന്തായാലും ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, വെക്കേഷനിൽ വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാനും ഇനി അത്യാവശ്യം പുറത്ത് പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കോഡ് സെറ്റാണ് കേട്ടോ. ഈ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടീഷർട്ടിൻ്റെ സെറ്റാണ്. ഇതുപോലെ തന്നെ 3 എണ്ണം വരുന്ന സെറ്റാണ് കേട്ടോ. ജസ്റ്റ് ടീഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ ഒരെണ്ണം ഇങ്ങനൊരു ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്കിൽ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. പിന്നെ ഒരെണ്ണം ഒരു യെല്ലോ ആണ്, യെല്ലോയിൽ ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഒരെണ്ണം ബ്ലൂവിൽ ഈ ഒരു പ്രിന്റ്. ഇങ്ങനെ 3 എണ്ണം വരുന്ന സെറ്റാണ്. ഇതിന് 300 സംതിങ് ആണ് പ്രൈസ്. എന്തായാലും ഇതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. നോർമൽ ടീഷർട്ടിലൊക്കെ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് സൈസ് എടുത്തിട്ടുള്ളത് 8 to 9 അങ്ങനെ ഏതൊരു സൈസാണ് ഇത് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിംഗ് ഉള്ള ടീഷർട്ടാണ് കേട്ടോ. നോർമൽ ഫിറ്റിൽ വരുന്ന ടീഷർട്ടാണ്, ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 എണ്ണം 300 സംതിങ്ങിന് വേർത്താണ്, എക്സ്ട്രാ വേർത്താണ്, നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഷോർട്സിൻ്റെ ഒരു സെറ്റാണ്. 5 എണ്ണം വരുന്നുണ്ട്. 5 എണ്ണം 5 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കേട്ടോ വരുന്നത്. ഇതൊരെണ്ണം ബ്ലാക്ക്, അതിലിങ്ങനെ നമ്പേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് യെല്ലോ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഗ്രേയിൽ ബ്ലൂ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ യെല്ലോ വരുന്നുണ്ട്, യെല്ലോയിൽ ബ്ലാക്ക് പ്രിൻ്റ്. പിന്നെ ഈ ഒരു നേവി ബ്ലൂ റെഡ് പ്രിൻ്റ്, റെഡിൽ വൈറ്റ് പ്രിൻ്റ്. സോ ഇങ്ങനെ നമ്പേഴ്സുള്ള ഷോർട്സ് ആണ്. ഇത് മറ്റേതിൻ്റെ അത്ര തിക്കായിട്ടുള്ള കോട്ടൺ അല്ല, പക്ഷേ നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോർട്സ് തന്നെയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിനും ജസ്റ്റ് 200 or 300 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് 5 എണ്ണം കിട്ടുമ്പം വേർത്ത് തന്നെയാണ്. എലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്സ് ആണ് കേട്ടോ. ഇതുപോലെയുള്ളത് ഇതിൻ്റെ മുമ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതും അതുപോലെ തന്നെ നല്ല ഇവിടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കാണുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഡെയിലി വെയറിന്. അപ്പം ഇതാണ് നമ്മുടെ 3rd പ്രോഡക്റ്റ് എന്നത്. ഈ ഒരു സെറ്റാണ്. ഇത് നമ്മുടെ ഗേൾസിനുള്ള ഷോർട്സ് ആണ്. അപ്പം ബോയ് ഷോർട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഇതിനങ്ങനെ പറയാം, ബോയ് ഷോർട്സ്.
അപ്പം ഇത് 60 സെൻറ്റിമീറ്ററിൻ്റെതാണ്. ഇത് ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് 4 to 5 ആണ്. 60 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം ഇതിൽ ഇങ്ങനൊരു കളറുണ്ട്, ഒരു പേർപ്പിൾ, ഒരു ലാവൻഡർ ഉണ്ട്, പിന്നെ ഈ ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ദെൻ ഒരു ബ്ലൂ, ഒരു പിങ്ക്, പിന്നെ ഏതൊരു കളറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ 6 എണ്ണമാണ് വരുന്നത്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതിന് ജസ്റ്റ് 200 സംതിങ്ങേ പ്രൈസ് വരുന്നുള്ളൂ. പ്രൈസിന് വേർത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ കാണിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതൊരു ബാഗാണ് കേട്ടോ, കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ, സോ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഡ്രസ്സ്, ഒരു ഇങ്ങനെ വെള്ളം, അങ്ങനത്തെ ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ബാഗാണ്. ഇതിൻ്റെ ഒരു ജംഗിൾ തീമിലുള്ളതും കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്കൈ മൂണ് അങ്ങനത്തെ ഒരു തീമല്ലേ, മൂണല്ലേ, ആ മൂണല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആണ്. സൈസ് ഇത്രേ വരുന്നുള്ളൂ, പക്ഷേ റൗണ്ടിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കുറച്ചധികം തന്നെ സാധനങ്ങൾ ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സിപ്പർ ലോക്ക് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സിപ്പാണ് വരുന്നത്. ഇവിടെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. സോ നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് പോകുന്നുണ്ട്, ഈ സൈഡിലില്ല കേട്ടോ. ഈ ഒരു ക്ലോത്ത് എനിക്ക് ടച്ച് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു ക്ലോത്താണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം ടച്ച് ചെയ്യാതെ കളിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. 200 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു യൂസ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുന്ന സമയത്തോ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ബാഗ് ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഉള്ള ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല പ്രൊഡക്റ്റാണിത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഷൂ ആണ് കേട്ടോ. ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഷൂ ആണ്. ഇതിന് ജസ്റ്റ് 500 സംതിങ്ങേ പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ കാണിച്ചിട്ട് എന്തായാലും എന്നിട്ട് പറയാം. സോ നല്ല പാക്കേജിങ്ങിലൊക്കെ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇതാണ്. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡ് ആയിട്ടുള്ളൊരു ഷൂ ആണിത്. ഇതിന് ജസ്റ്റ് 500 സംതിങ്ങേ പ്രൈസ് വരുന്നുള്ളൂ. ഗ്രേ വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇതുപോലെ വലിയ ലേസാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല മെറ്റീരിയലൊക്കെ ആണ്. 500-ന് എന്തായാലും ഇത് വേർത്താണ്. സാധാരണ നമ്മൾ 1000 എബോവ് ആണ് ഇതുപോലുള്ള സ്നീക്കേഴ്സിനൊക്കെ പ്രൈസ് കൊടുക്കാറുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്താണ്. പിന്നെ ഇതിന് ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഗമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൃത്തികേടായിട്ടുണ്ട്. എന്തോ പക്ഷെ പോകുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം, വേറെ എല്ലാം നല്ലതാണ്. എന്തായാലും 500 റുപ്പീസിന് വേർത്ത് ആയിട്ടുള്ളൊരു സ്നീക്കറാണിത്. കാണുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നല്ല ബൈ ആണിത്. നെക്സ്റ്റ് ഞാൻ അഗൈൻ ഒരു സ്നീക്കേഴ്സ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് ഗേൾസിനുള്ളതാണ്. ഇതും നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സ്നീക്കേഴ്സ് ആണ്. ഇതിനും ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. 400-500 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് കുറച്ചൊരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതും ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പിങ്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഡെയ്സി ഫ്ലവർ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള സ്നീക്കേഴ്സ് ആണ്. നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ 1000 എബോവൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്, നല്ല മെറ്റീരിയലൊക്കെ ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇത് 5 to 6 ആണ് എടുത്തത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്ലോക്സ് ആണ് കേട്ടോ. ഇതൊരു ഓറഞ്ച് ഗ്രേ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ക്ലോക്സ് ആണ്. ഗേൾസിൻ്റെ, ഗേൾസ് ഓർ ബോയ്സ് ആർക്കും ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇവിടെ പെങ്കിനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ക്ലോക്സ് ആണ്. ഇതിന് 200 സംതിങ്ങേ പ്രൈസ് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലോക്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു സൈസ് ചെറുതെടുക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ 5 to 6 ആണ് എടുത്തതെങ്കിലും ഇത് കുറേ വലുതാണ് സൈസ്. ഇത് 29 ആണ് വരുന്നത്. സോ ഒരു സൈസ് ചെറുതെടുക്കുന്നതാണ് ക്ലോക്സ് പൊതുവേ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ബാക്കിലൊക്കെ ഗ്രേ കളറ്, ഇവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് വരുന്ന നല്ല ഭംഗിയുള്ള നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലോക്സ് ആണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്.
നെക്സ്റ്റ് ഞാൻ ഈ ഒരു സ്ലിപ്പറാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷെ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 100 സംതിങ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സ്ലിപ്പറാണ്. ഫിനിഷിങ് അത്ര തന്നെ പോരാ, എന്നാലും നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഹോളിൽ ഇതും കൂടെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എഗെയിൻ ഒരു ക്ലോക്സ് ആണ്. ഇതിങ്ങനെ ഒരു പ്ലെയിൻ വൈറ്റിലാണ്, ലൈറ്റ് വെയിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് ചാംസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്ലോക്സ് തന്നെയാണ്. ഇതിനും 200 റേഞ്ചാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തു, അതിൻ്റെ ഒരു അയക്കും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇഗ്നോർ ചെയ്യാം. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതും സൈസ് എടുക്കുന്ന സമയത്തൊന്ന് ചെറുതെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ എടുത്ത സൈസിനെക്കാട്ടി ഒന്ന് അപ്പാണ് സാധനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ സൈസ് ഏതാണോ അതിൻ്റെ ഒരു ചെറിയ സൈസ് എടുത്താൽ മതി, എന്നാലേ കറക്റ്റ് സൈസായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇപ്പോൾ 2 ക്ലോക്സ് വാങ്ങിയപ്പോൾ എനിക്ക് അനുഭവം ഉള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്തൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.